ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അവര് കുഴിച്ചു തുടങ്ങുകയാണ്. അങ്ങനെ അവര് കുഴിച്ച് കുറെ നേരമൊക്കെ കുഴിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് വേലുവിന്റെ മനസ്സിൽ തീയാണ് പാറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അമലുവിനും നല്ല ടെൻഷൻ ആകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം വീണ്ടും പോലീസുകാരൻ പറയാണ്, അതെ, നിങ്ങൾ അന്ന് എന്നെ പുച്ഛത്തോടുകൂടി എന്നെ ആ കോടതിയിൽ മുറിയിൽ വെച്ചിട്ട് നിങ്ങൾ പുച്ഛത്തോടു കൂടിയുള്ള ഒരു പരിഹാസ ചിരിയുമായിട്ടാണ് പുറത്തേക്ക് പോയത്. നിങ്ങളുടെ വക്കീലും അയാൾ എന്നെ അവിടെ ഇട്ട് പൊരിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഞാൻ അതൊന്നും ഒരിക്കലും മറക്കില്ല. തിരിച്ചടി ഞാൻ എന്തായാലും തരിക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ കുറെ നേരം കുഴിച്ചതിന് ശേഷം ആ SI പറയുന്നുണ്ട്, കുറെ ആയാലും സാറെ കുഴിക്കണമൊന്നും കാണുന്നില്ലല്ലോ, അപ്പം കുഴിക്കട്ടടോ, ഇവരെ തെളിവ് കിട്ടാതിരിക്കാൻ നല്ല ആഴത്തിൽ തന്നെയായിരിക്കും കുഴിച്ചിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും അവരങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ കിരൺ ആണെങ്കിൽ കല്യാണിയുടെ അരികിൽ ഹോസ്പിറ്റലിലാണ്. അപ്പൊ കല്യാണിക്ക് ആപ്പിളൊക്കെ മുറിച്ച് വായിൽ വെച്ച് കൊടുക്കുകയാണ്. അവൾ അങ്ങനെ അത് വാങ്ങി കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കല്യാണി പറയുകയാണ്, മതി ചേട്ടാ, കിരണേട്ടൻ പോയിട്ട് ഭക്ഷണം കഴിക്കുകയും കാദംബരി ചേച്ചിയൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയാണ്, ഏട്ടൻ പോയി ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ കഴിച്ചു എന്ന് പറയുകയാണ്. പിന്നെ എനിക്കറിയില്ല, ഏട്ടൻ കഴിച്ചിട്ടില്ല എന്നോണ പറയുകയാണെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, എനിക്ക് നീ ഈ ഒരവസ്ഥയിൽ കിടന്ന സമയത്ത് അയാൾ അബകാസുരനെ കുത്തിയ സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോലും മറന്ന ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് അവന്റെ പുറകെ പോയതും പിന്നെ അതുപോലെ തന്നെ അവനെ ഞാൻ ഇല്ലാതാക്കിയതിന് ശേഷമാണ് എനിക്കൊരു സമാധാനം ഉണ്ടായത്. പിന്നെ അയാള് കാട്ടിൽ വെച്ചിട്ട് എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. എന്നെയും സോണിയെയും കൈപിടിച്ച് നടത്തിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് എൻ്റെ അച്ഛനെ അകറ്റി മാറ്റിയതിന് ശേഷമാണ് അയാൾ അതൊക്കെ ചെയ്തത്. എന്നിട്ട് അയാൾ അതൊക്കെ വലിയ കാര്യത്തോടു കൂടിയാണ് എന്നോട് പറഞ്ഞത്. അയാൾക്ക് ഇപ്പോൾ മര്യാദക്കായിരുന്നെങ്കിൽ ഇപ്പോൾ സരയും ആൻറ്റിയൊക്കെ ചാരി ആൻറ്റിയൊക്കെ ജീവിക്കുന്നത് പോലെ നല്ല സന്തോഷമുള്ള ഒരു ജീവിതം അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കില്ലായിരുന്നു. അയാൾ പിന്നെയും പകയും വൈരാഗ്യമൊക്കെ ആയിട്ട് നടന്നിട്ടല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴാണ് വേലു അവിടെ നിന്നും പോലീസിന്റെ അരികിൽ നിന്നും മാറിയിട്ട് വീട്ടിലോട്ട് വന്നിട്ട് ഫോൺ എടുത്ത് വിളിക്കുന്നത്, പോലീസിന്റെ കണ്ണ് വെട്ടിച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് വേലു പറയുന്നുണ്ട്, കിരൺ സാറേ, കല്യാണിക്ക് അരികിലാണെങ്കിൽ അവിടെ നിന്നൊന്ന് മാറി നിന്നേ എന്ന് പറയുകയാണ്. ശരിയടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കല്യാണിയോട് പറയാണ്, ഞാൻ ഇപ്പോൾ വരാം കല്യാണി എന്ന് പറയുന്നുണ്ട്. ആരാ കിരണേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. അത് വേലുവാണ്. എന്തോ വേലു അമലുവിനെയും കൊണ്ട് പോവുകയാണോ എന്നറിയില്ല, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് ഫോണും എടുത്തിട്ട് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ നിന്നും എന്താടാ എന്ന് ചോദിക്കുന്നുണ്ട് മാറി നിന്നിട്ട്. അപ്പോൾ സാറ് ഇവിടെ നിറച്ച് പോലീസാണ്, ആ തെങ്ങും തൈ നട്ടെടുത്ത് അവരവിടെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് പണിക്കാരെ കൊണ്ടുവന്നിട്ട് എന്ന് പറയുമ്പോൾ കിരൺ ഞെട്ടിപ്പോവുകയാണ്. സാറ് എന്താ ചെയ്യുക? ഇത് സാറൊരു കാര്യം ചെയ്യും, എന്തെങ്കിലും അവന്റെ ബോഡി പുറത്തെടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പെട്ടുപോകും. കിരൺ സാർ ഒരു കാര്യം ചെയ്യും, കിരൺ സാർ ഇതിലില്ല എന്ന് പറഞ്ഞ് എന്നെയും രതീഷേട്ടനെയൊക്കെ പ്രതിയാക്കിക്കോ, ഞങ്ങൾ അവിടെ കിടന്നോളാം എന്ന് പറയുകയാണ്. അതെങ്ങനെയാണ് ശരിയാവുക എന്ന് ചോദിച്ചിട്ട് എന്തായാലും നമുക്ക് കാണാം, വരട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് കിരൺ. അങ്ങനെ കിരൺ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് അവളോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ രതീഷ് കാർത്തികയോടും അതുപോലെ ലക്ഷ്മി അമ്മയോടും ഈ ഒരു സംഭവം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവനും ഇതുവരെ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ സമയത്ത് അവര് കാർത്തിക ചോദിക്കുന്നത്, ഇത് എന്ത് പോലീസാണ്, പോലീസിന് ഇതിൻ്റെയൊക്കെ എന്താ ആവശ്യമുള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്മി അമ്മയും പറയുന്നുണ്ട്, അതെ, അവൻ എന്തായാലും ചത്തു, ഇനിയിപ്പോൾ എന്തിനാ ഇതിന്റെ പുറകെ നടക്കുന്നത്, എന്താ ചെയ്യാൻ മോനെ, ഇനി നവീൻ വന്ന് എല്ലാവരെയും ഇറക്കിയതല്ലേ, ഇനി അയാൾ ഇതുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക, എനിക്ക് ആലോചിച്ചിട്ടൊരു പിടുത്തമില്ല. എന്തായാലും കിരണിന്റെ അച്ഛനൊക്കെ നല്ല സ്വാധീനമുള്ള ആൾക്കാരാണ്, അവരൊക്കെ മുകളിലുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് നോക്കിയപ്പോഴും ഇയാളെ പറ്റിയിട്ട് മോശമായൊരു അഭിപ്രായമാണ് പറഞ്ഞത്. ഇയാളൊന്നും അങ്ങനെ പൈസ കൊടുത്ത് വഴങ്ങാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമുക്ക് തിരിച്ചടിയായത് എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി അമ്മ പറയുകയാണ്. എന്തായാലും ചിലപ്പോൾ കിടക്കേണ്ടി വരും, ആ ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങൾ 3 പേര് അകത്ത് വീണ്ടും പോകേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ രതീഷ് പറയുകയാണ്. അയ്യോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ കാർത്തികയും ലക്ഷ്മി അമ്മയും അങ്ങനെ നിൽക്കണം. അപ്പൊ കാർത്തിക ഒരു സംശയം ചോദിക്കുകയാണ്, അല്ല അമ്മേ, ഇവരിങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ തലയ്ക്കടിച്ചത് ആരാണ് ഗംഗപ്രസാദിന്റെ ഇരുമ്പ് വടി കൊണ്ട്, അതെനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പൊ ലക്ഷ്മിയമ്മ പറയാണ്, അത് തന്നെയാണ് മോളെ എനിക്ക് മനസ്സിലാകാത്തതും. അല്ല, നമ്മുടെ അച്ഛനായിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് കാർത്തിക പ്രകാശിനെ പറ്റിയിട്ട്. അപ്പം അല്ല, അച്ഛനെ കല്യാണത്തിന്റെ ഇടയ്ക്ക് വെച്ച് കുറച്ച് സമയം കാണാതായിരുന്നു,
പിന്നെ അച്ഛന് അവൻ വരുന്നതിൽ നല്ല വെപ്രാളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ലക്ഷ്മിയമ്മ പറയാണ്, എന്താണ് മോളെ നീ പറയുന്നത്? അങ്ങനെ ഒരിക്കലും അച്ഛൻ ചെയ്യില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ കിരണിനെയും രതീഷിനൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴും ആ കുറ്റം ഏറ്റെടുത്തതിനില്ല, അതിന് അച്ഛനാണ് ചെയ്തതെന്ന് പറഞ്ഞ് മൊഴി കൊടുക്കാതിരിക്കും. തന്നെയില്ല, ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ആ കുറ്റം സ്വയം ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞതാണ് നമ്മുടെ അച്ഛൻ. പിന്നെ അങ്ങനെയൊന്നും ചെയ്യില്ല, അത് മോൾക്ക് തോന്നുന്നതായിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കിരൺ വീട്ടിലോട്ട് വരികയാണ്. അപ്പൊ കിരൺ വണ്ടി വന്നിറങ്ങിയിട്ട് നേരെ വീട്ടിനകത്ത് അപ്പോഴേക്കും നമ്മുടെ ശാന്തേച്ചി അവിടേക്ക് വരികയാണ്. സാറ് നിറച്ച് പോലീസാണ് അവര്. അപ്പൊ ആ സമയത്ത് ശാന്തേച്ചി പേടിക്കേണ്ട, എന്തായാലും ഞാൻ അവിടെ വരും പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അവിടേക്ക് പോവുകയാണ്. അപ്പൊ ആ സമയത്ത് പോലീസ് കാണുന്നുണ്ട്, പോലീസ് രതീഷൊക്കെ കാണുകയാണ്. താൻ എത്തിയോ? തന്നെ ആരാ അറിയിച്ചത്, വിളിച്ചു പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. എന്നെ ആരും വിളിച്ചു പറഞ്ഞതല്ല, എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് കിരൺ മറുപടി പറയുകയാണ്. തന്റെ ഭാര്യ ആശുപത്രിയില്ലേ, പിന്നെ താൻ എന്തിനാ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ ഭാര്യ ആശുപത്രിയിലാണ്, പക്ഷെ ഭാര്യയ്ക്ക് വേണ്ട ഡ്രസ്സുകൾ എടുക്കാൻ വരണ്ടേ സാറേ, അതിനു വേണ്ടി വന്നതാണെന്ന് പറയുന്നത്. ഓ അങ്ങനെയല്ലേ എന്നിങ്ങനെ പോലീസ് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ഇടയിൽ നിന്ന് ബോഡി കുറെ നേരമായി കുഴിക്കുന്ന സാർ ഇതുവരെയും കിട്ടിയില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ കിരണം ആകെ പേടിച്ച് വരച്ചങ്ങനെ നിൽക്കുകയാണ്. കുറേ കുഴിക്കുന്നുണ്ട്, ഇനി കുഴിച്ചാൽ വെള്ളം കാണും സാർ, ഇതിൻ്റെ അകത്തൊന്നും കാണുന്നില്ല എന്നിങ്ങനെ പറയാണ് പണിക്കാർ. അപ്പൊ ആ സമയത്ത് എടാ നീ ഞാനാണ് ശരിക്കും മണ്ടൻ, നീ ബുദ്ധിമാൻ, എന്തായാലും ഇങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് നിനക്കറിയാലേ, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് ബോഡി എടുത്ത് മാറ്റിയല്ലേ, ശരിയടാ നീ ജയിച്ചു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവരോട് പണിക്കാരോട് പറയുന്നുണ്ട്, മതിയുടെ കുഴിച്ചത്, ഇനി എന്തായാലും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയണം. ഒരു തുണിക്കഷ്ണം പോലും അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ കുഴിക്കുന്നത് എന്ന് പറഞ്ഞ് പണിക്കാരോട് പണി നിർത്താൻ പറയുകയാണ്. അപ്പോൾ CI വീണ്ടും കിരണിനോട് പറയുന്നുണ്ട്, നീ ജയിച്ചു എന്ന് കരുതണ്ട, ഗംഗപ്രസാദിന്റെ ബോഡി എവിടെയാണെങ്കിലും ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും, എന്നിട്ട് കുറ്റവാളികളെ ഞാൻ കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നിങ്ങനെ പറഞ്ഞങ്ങനെ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ അവിടെ നിന്നും പോലീസുകാരും പണിക്കാരൊക്കെ കൂടി പോവുകയാണ്. അപ്പൊ ആ സമയത്ത് വേലു ചോദിക്കുന്നുണ്ട്, കിരൺ സാർ എന്താ സംഭവിച്ചത്, സാർ ഞങ്ങൾ അറിയാതെ ഈ ബോഡി ഇവിടെ നിന്ന് മാറ്റിയല്ലേ എന്നിങ്ങനെ ചോദിക്കാം. ഇല്ലടാ ഞാൻ മാറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ എന്താ സംഭവിച്ചത്, അറിയില്ലടാ എന്ന് പറയാണ്. എന്തായാലും നേരെ കിരൺ പോകുന്നത് ചന്ദ്രസേനന്റെ അരികിലേക്കാണ്. ചന്ദ്രസേനോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ചന്ദ്രസേന അപ്പൊ ചിരിക്കാണ്. എന്താ അച്ഛൻ, എന്താ സംഭവിച്ചത്, അച്ഛനാണ് ഇതിന്റെ പുറകിൽ അവന്റെ ബോഡി മാറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അതേടാ ഞാൻ തന്നെയാണ് മാറ്റിയത്, നീ പറഞ്ഞില്ലേ അന്ന് പോലീസുകാരൻ അവിടേക്ക് CI അവിടേക്ക് വന്നതും അതുപോലെ നിന്റെ വീട്ടിലെ ജോലിക്കാരിയോട് കാര്യങ്ങൾ അന്വേഷിച്ചതും പിന്നെ ആ നഴ്സറിയിൽ പോയി അയാളെ കണ്ട് സംസാരിച്ചതും അയാൾക്ക് നമ്മൾ പൈസ കൊടുത്തെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും അയാളുടെ വായിൽ നിന്ന് സത്യം പുറത്തു വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കല്യാണി ആശുപത്രിയിലായ ഒരു ദിവസം ഞാൻ എൻ്റെ ആൾക്കാരും കൂടി അവിടെ വന്നിട്ട് കുഴിച്ച് എല്ലാതും ക്ലീനാക്കി കഴുകി വൃത്തിയാക്കി ഒരു മണം പോലും ഇല്ലാത്ത നല്ല അഴുകിയ രീതിയിലായിരുന്നു ബോഡി. എന്തായാലും അത് അവിടെ നിന്ന് ഞങ്ങളാണ് മാറ്റിയതെന്ന് ചന്ദ്രസേനൻ പറയുകയാണ്. അല്ല അച്ഛ, അപ്പൊ അവന്റെ ബോഡി എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അത് നീ അറിയണ്ട, എന്തായാലും അപ്പൊ പറയച്ഛ എന്നിങ്ങനെ പറയുമ്പോഴും അത് ചുടുകാട്ടിലാണടാ, ഇനി അവന്റെ ശരീരം കിട്ടില്ല, അവന്റെ കത്തിച്ചാമ്പലായി എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ കിരണ് സന്തോഷാവുകയാണ്. അപ്പൊ കിരൺ ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛ എനിക്ക് വീണ്ടും ഒരു സംശയം, അവന്റെ തലക്കടിച്ചത് ആരാണ്, ആ ഗംഗപ്രസാദിന്റെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രസേനൻ ഒന്ന് ചിരിച്ചങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അതിന്റെ പുറകിലും നമ്മുടെ ചന്ദ്രേട്ടൻ തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.